നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്രമന്ത്രിയും ബി.ജെ.പി. നേതാവുമായ നിതിൻ ഗഡ്കരി കുഴഞ്ഞു വീണ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള ആശങ്കകൾ തന്നെയാണ് നിലവിൽ പ്രവർത്തകരും പങ്കുവയ്ക്കുന്നത്. മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് റാലിക്കിടയിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. മഹാരാഷ്ട്രയിലെ യവ്ത്മാൾ ലോക്സഭാ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി നടക്കുന്നതിനിടയിലായിരുന്നു ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. ശിവസേനയുടെ ഏക്നാഥ് ഷിൻഡെ പക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ രാജശ്രീ പട്ടേലിന് വേണ്ടി പ്രചാരണത്തിനായി എത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ വിഭാഗം ശിവസേനയിലെ നേതാവ് കൂടിയാണ് രാജശ്രീ പട്ടേൽ. റാലിയിൽ പങ്കെടുത്ത പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാനായി അദ്ദേഹം സംസാരിക്കാനായി എഴുന്നേറ്റ സമയത്തായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതിന് പിന്നാലെ അദ്ദേഹം കുഴഞ്ഞു വീഴുകയും ചെയ്തു. തൊട്ടടുത്തുണ്ടായിരുന്ന പ്രവർത്തകർ ഗഡ്കരിയെ താങ്ങിയെടുക്കുകയും ഉടനെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു. വളരെ വേഗത്തിൽ തന്നെ ഡോക്ടർമാരെത്തി പരിശോധന നടത്തി. യവ്ത്മാലിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റി. നിലവിൽ അടിയന്തര ചികിത്സാ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ. അതേസമയം ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടാനൊന്നും തന്നെ ഇല്ല എന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇപ്പോഴത്തെ അന്തരീക്ഷവും അതുപോലെ തിരക്കിട്ട ജോലിയുമൊക്കെയായി പ്രവർത്തനവുമൊക്കെയായി നടന്നതിൻ്റെ ഒരു ക്ഷീണം തന്നെയാണ് അദ്ദേഹത്തിന് ഒരുപക്ഷെ അനുഭവപ്പെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗം കൂടിയാണ്, സ്ഥാനാർത്ഥി കൂടിയാണ് ഗഡ്കരി എന്ന് പറയുന്നത്. ഇത്തവണയും നാഗ്പൂരിൽ നിന്ന് അദ്ദേഹം ജനവിധി തേടിയിട്ടുണ്ട്. ഒന്നാം ഘട്ട പോളിംഗ് ഏപ്രിൽ 19 നടന്നിരുന്നു. നാഗ്പൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് സംഭവിച്ചിരുന്നു. അന്ന് അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി തന്നെയായിരുന്നു രംഗത്ത് വന്നതും ഏവരിടത്തും വോട്ട് ചെയ്യണമെന്നും സമ്മതിദാന അവകാശം വിനിയോഗിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് പ്രചാരണ പരിപാടികൾ നിലവിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന നാഗ്പൂർ മണ്ഡലത്തിൽ കൂടി ഇപ്പോൾ വലിയ തോതിൽ ആശങ്ക വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നിരുന്നാലും ഭയപ്പെടേണ്ടതോ ആശങ്കപ്പെടേണ്ടതോ ആയിട്ടുള്ള ഒരു സാഹചര്യവുമില്ല എന്ന് തന്നെയാണ് പ്രവർത്തകരും വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.